സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. മുന്തിരിയിൽ നിന്ന് വീഞ്ഞുണ്ടാകുന്നത് പോലെ, കൽക്കരയിൽ നിന്ന് തീയും വെള്ളത്തിൽ നിന്ന് വെളിച്ചവും ഉണ്ടാകുന്നത് പോലെ എന്ന് എഴുതിയ ഫ്രഞ്ച് കവി പോൾ എല്ലാദിൻ്റെ വരികളിൽ വിരിയും വണ്ണം ഈ ഭൂമിയിൽ അത്ഭുതം കൂറി പിറക്കുന്ന ഒരു ശിശുവിനെ മനുഷ്യൻ എന്ന മഹാപ്രകാശമാക്കി പരിവർത്തനം ചെയ്യുന്ന ചേതോഹരമായ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഈ നാടിൻ്റെ വിദ്യാഭ്യാസത്തെ മതനിരപേക്ഷവും പുരോഗമനാത്മകവുമായ അടിത്തറയിൽ നിന്നുകൊണ്ട് വിശ്വോത്തര മാതൃകയാക്കി തീർക്കാൻ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ മഹനീയ പാരമ്പര്യത്തെ അർത്ഥവത്തായി തുടരുന്ന ഇടതുപക്ഷ സർക്കാരിനെ ഞാൻ അഭിവാദ്യം ചെയ്യാനും ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിലെ ഏറ്റവും ചരിത്രപരമായ ചുവടുവയ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ പാഠ്യപദ്ധതി പരിഷ്കരണമാണ്. 2007 ശേഷം ആദ്യമായുണ്ടായ ആ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി ഈ കാലത്തിൻ്റെ എല്ലാ ജ്ഞാനധാരകളെയും സന്നിവേശിപ്പിച്ചു എന്നത് മാത്രമല്ല പ്രത്യേകത. പാഠപുസ്തകത്തിൽ വർഗീയത തിരുകിക്കയറ്റാനും ചരിത്രത്തെ വളച്ചൊടിക്കാനും ശ്രമിക്കുന്ന ഈ കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് സമ്മാനിച്ച സോദരത്തേന എന്ന ആശയത്തിൽ നിന്നും സ്ഫുടം ചെയ്തെടുത്ത മനുഷ്യൻ സമം മനുഷ്യൻ എന്ന സമഭാവന ദർശനത്തെ കേരളത്തിന്റെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ആധാര പ്രേരണയാക്കി തീർത്ത വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിയെ ഒരിക്കൽ കൂടി ആദരവോടെ അഭിനന്ദിക്കുകയാണ്. സർ, നമുക്കറിയാം 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കാലയളവാണ് ഒരു മനുഷ്യൻ രൂപപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. അംഗൻവാടികൾ, കിൻഡർ ഗാർട്ടനുകൾ, പ്ലേ സ്കൂളുകൾ, ഇവിടെ നിങ്ങളെല്ലാം ലഭിക്കുന്ന അറിവിൻ്റെ ആദ്യ പരിലാളനകളാണ് ആജീവനാന്ത മുദ്രകളായി തീരുന്നത്. 1926 ബട്ടൺ റസ്സിൽ എഴുതിയ ഓൺ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൽ അരുതുകളുടെ അതിരുകൾ തീർത്ത് അച്ചടക്കമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കുട്ടിക്കാലത്ത് തന്നെ എന്ന നമ്മുടെ അബദ്ധ ധാരണകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴും നാം A for ആപ്പിൾ, B for ബോയ് എന്ന് മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകന്റെ വാമൊഴികളെ അതുപോലെ അനുകരിക്കേണ്ടവരാണ് വിദ്യാർത്ഥികൾ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പുതിയ വാക്ക് അന്വേഷിക്കാനുള്ള കുരുന്നുകളുടെ സ്വാതന്ത്ര്യത്തെ പോലും അരിഞ്ഞു കളയുകയാണ്. കുഞ്ഞുങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് ആധാരമാക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസറി. അംഗൻവാടികൾ വേറൊരു വകുപ്പിന്റെ തണലിലായിരിക്കാം സാർ, പക്ഷെ കേരളം നമ്മുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് സമഗ്രമായ ആഴമുള്ള സർഗാത്മകമായ ഒരു നയം രൂപീകരിക്കാൻ ഈ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർ, നമ്മുടെ സ്കൂളുകളിൽ 5000 കോടിയോളം രൂപ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരുകൾ 2 പിണറായി ഗവൺമെന്റുകളും നിക്ഷേപിച്ചു. നമ്മുടെ അധ്യാപകർ സമർപ്പിത മനസ്സുള്ളവരാണ്. എന്തുകൊണ്ടാണ് ചില സ്കൂളുകൾ മാത്രം മികച്ചതാകുന്നത്? ഒന്നേ ഉള്ളൂ ഉത്തരം. ഒരു സ്ഥാപനത്തെ എങ്ങനെയാണ് നയിക്കേണ്ടത്, ഒരു സ്ഥാപനം എങ്ങനെയാണ് നടത്തേണ്ടത്, സ്കൂൾ മാനേജ്മെന്റ് എന്നതിനാവശ്യമായിട്ടുള്ള പ്ലാനിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള പരിശീലനം നമ്മൾ അധ്യാപകർക്ക് നൽകുന്നുണ്ടോ? ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കാൻ നാം നമ്മുടെ അധ്യാപകരെ പ്രാപ്തരാക്കുന്നുണ്ടോ? സിമാറ്റ് പോലുള്ള സ്ഥാപനങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ സ്കൂളുകളെ സ്കൂൾ മാനേജ്മെന്റ് സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ നന്നായി നടത്താനും നമുക്കവരെ പരിശീലിപ്പിക്കാനാവണം. സർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന പുസ്തകം മാറ്റ് മില്ലറുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന പുസ്തകമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതയിലേറി ഭൂമിയുടെ കുറുകെ പറക്കുകയാണ് മനുഷ്യർ. വരുംകാലം ഈ കാലഘട്ടത്തെ മുഴുവൻ ഭാവിയെയും വലയം ചെയ്തു നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. പക്ഷെ ക്ലാസ് മുറികളിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിനെ സാങ്കേതിക വിദ്യയെ മാറ്റി നിർത്താൻ കഴിയും? പേഴ്സണലൈസ്ഡ് ലേണിംഗിന്റെ കാര്യത്തിൽ, അധ്യാപകന്റെ ബോധന പ്രക്രിയയെ പെഡഗോജിയെ സർഗാത്മകമാക്കുന്ന കാര്യത്തിൽ, അതിനപ്പുറം നാം തന്നെ പറയുന്ന ഓരോ പഠിതാവിനെയും വിലയിരുത്തേണ്ടത് ഏറ്റവും ആഴത്തിലാകണം, സമഗ്രമാകണം. ആ വിലയിരുത്തലിന്റെ ഇവാലുവേഷന്റെയും കാര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ നമുക്കാകണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഞാൻ വെക്കുകയാണ്. സർ, ഏറ്റവും പ്രധാനമാണ് ഓരോ കുട്ടിയും സൃഷ്ടിയുടെ മഹത്തായ, സർ ഒന്ന് പറഞ്ഞു തീർക്കാൻ അനുവദിക്കണം, സൃഷ്ടിയുടെ മഹത്തായ മാതൃകയാണ്. ഓരോ കുഞ്ഞും യുണീക്കാണ് എന്ന് നാം പറയുന്നു. നിർഭാഗ്യവശാൽ വിദ്യാഭ്യാസത്തിൽ ഇത്രയും മാറ്റമുണ്ടാക്കുമ്പോഴും ഓരോ കുട്ടിയിലും അന്തർലീനമായ അഭിരുചികൾ, ആ കുട്ടിയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ആഭിമുഖ്യങ്ങൾ ശാസ്ത്രീയമായി കണ്ടുപിടിക്കാൻ നമുക്കിപ്പോഴും ആകുന്നില്ല. സർ, ഒരു ഇൻഡിവിജ്വൽ മാസ്റ്റർ പ്ലാൻ കേരളത്തിലെ ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ്. സർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ലോകത്തൊരുപാട് മാതൃകകളുണ്ട്. സാർ,
നാം നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെവിടെ എത്തണം? ഇവിടെ മുഹമ്മദ് മുസ്ലിം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു PG കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് എന്താകണം എന്ന കാര്യത്തിലുണ്ടായിരുന്ന ഒരു സങ്കോചത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. സർ, ആറ്റിറ്റ്യൂഡ് മാപ്പിംഗ് പ്രധാനമാണ്. കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ അഭിരുചികളെ നിർണ്ണയിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച സ്ഥാപനങ്ങളുമായി വിദഗ്ധരുമായി അവരെ കണക്ട് ചെയ്യണം. ഒരു കുഞ്ഞിന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മാത്രമല്ല കൊടുത്തുവിടേണ്ടത്, ആ കുഞ്ഞുങ്ങളുടെ അഭിരുചി അടങ്ങിയ ഇൻഡിവിജ്വൽ മാസ്റ്റർ പ്ലാൻ കൂടി ആ കുഞ്ഞിനൊപ്പം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഉന്നം പിഴയ്ക്കാത്ത സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കണം എന്ന നിർദ്ദേശം കൂടിയാണ് വയ്ക്കാനുള്ളത്. സർ, MLA എന്ന തരത്തിൽ റാന്നി നോളജ് വില്ലേജ് എന്നൊരു പദ്ധതി മണ്ഡലത്തിൽ നടപ്പിലാക്കുകയാണ്. അംഗൻവാടികൾ മുതൽ ഉന്നത തൊട്ടുമുമ്പുള്ള അംഗത്തിന് 2 മിനിറ്റ് കിട്ടി, അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കണം. സർ, അംഗൻവാടികൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മികവ് ലക്ഷ്യമാക്കുന്ന ആ പദ്ധതിയുടെ ഭാഗമായി ഒരു സ്കിൽ ആൻഡ് ഇന്നവേഷൻ ഹബ്ബ് റാന്നിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്യാപിറ്റലായി, അതോടൊപ്പം സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമായി, അതോടൊപ്പം ഡിസൈൻ വാല്യൂ ഉൾപ്പെടെയുള്ള ഒരു വലിയ പദ്ധതി. ആ മാതൃകാ പദ്ധതിക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്ന പിന്തുണയ്ക്ക്, ഈ സർക്കാർ നൽകുന്ന അംഗീകാരത്തിന് ഞാൻ നന്ദി പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. സർ, അവസാനിപ്പിക്കുന്നു. മുതിർന്നവർ ജാതിയുടെ പലതരത്തിലുള്ള ഭേദങ്ങളുടെ അതിർത്തികൾ വരയുകയാണ്. അത് മായ്ക്കാൻ കഴിയുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. കുഞ്ഞുങ്ങൾ ഈ ഭൂമിയെ ഒരു ഉദ്യാനം പോലെ സുന്ദരമാക്കും. ഏത് പദ്ധതിയും നടപ്പിലാക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ചിരിക്കുന്ന മുഖമായിരിക്കണം, അവരുടെ ആനന്ദമായിരിക്കണം, അവരെ മികച്ച മനുഷ്യരാക്കുക എന്ന ലക്ഷ്യമാക്കണം നമ്മുടെ സ്വപ്നം, നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.